പ്രൈസ് ദി ലോർഡ്. യേശുവെ നന്ദി, യേശുവെ സ്തുതി. എൻ്റെ പേര് ജിസ്മോൻ ജോസഫ്. ഞാൻ കടവന്ത്രയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ജോലി ചെയ്യുന്നത് മർച്ചൻ്റ് നേവിയിലാണ്, നാവിഗേറ്റിംഗ് ഓഫീസറായിട്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ഏപ്രിൽ 27, 2023 ഞങ്ങൾ കുവൈറ്റിൽ നിന്ന് കാർഗോ ഓയിൽ ലോഡ് ചെയ്ത് US പോവുകയായിരുന്നു. 2 ദിവസം കഴിഞ്ഞ്, അതായത് ഏപ്രിൽ 25 ഞങ്ങൾ കുവൈറ്റിൽ നിന്ന് ക്രൂഡ് ഓയിൽ ലോഡ് ചെയ്ത് US പോകുന്ന വഴിക്ക് ഏപ്രിൽ 27 ഉച്ചയ്ക്കൊരു 11:50 ആയപ്പോൾ എൻ്റെ ഡ്യൂട്ടി ടൈമായിരുന്നു. ഞാൻ ഷിപ്പ് ഓടിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ 2 ഹെലികോപ്റ്റേഴ്സ് ഭയങ്കര താഴ്ന്ന് ഷിപ്പിൻ്റെ സൈഡിൽ കൂടെ പറക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. എനിക്ക് എന്താണെന്നൊരു ഐഡിയ കിട്ടുന്നുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞ് അവർ ഷിപ്പിൻ്റെ മിഡ് ഷിപ്പ് ഏരിയയിലോട്ട് വരികയും അവർ റോപ്പിട്ട് ഒരുപാട് ആൾക്കാർ ആംഡായിട്ട് ഫേസെല്ലാം കവർ ചെയ്ത് കണ്ണുകൾ മാത്രം കാണുന്ന രീതിയിൽ അവരെല്ലാം ഞങ്ങളുടെ ഷിപ്പിലോട്ട് ബോർഡ് ചെയ്തു. എന്താണെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ പാനിക്കായി. ഞാൻ അപ്പോഴത്തേക്കും എൻ്റെ നെക്സ്റ്റ് ഓഫീസറായ സെക്കൻഡ് ഓഫീസർ വന്നിരുന്നു. ഞങ്ങൾ വേഗം തന്നെ ബൈനോക്കുലറിൽ ഞാൻ നോക്കിയപ്പോൾ ഒരാൾ എന്നെ സ്നൈപ്പർ വെച്ചിട്ട് എയിം ചെയ്ത് നിൽക്കുന്നതാണ് ഞാൻ കാണുന്നത്. എന്താണ് എന്നൊരു ഐഡിയ ഇല്ല. ബാക്കിയുള്ള ആളുകളെല്ലാവരും, ടീം എല്ലാവരും കൂടെ ഷിപ്പിൻ്റെ അക്കോമഡേഷനിലോട്ട് ഓടി വരികയാണ് വെപ്പൺസ് എല്ലാമായിട്ട്. ഞങ്ങൾ വേഗം തന്നെ അനൗൺസ് ചെയ്തു ക്രൂവിനോട്, സേഫായിട്ടുള്ള ഹൈഡ് ചെയ്യുന്ന ഞങ്ങൾക്കൊരു ഏരിയ ഉണ്ട് ഷിപ്പിൽ, ഇങ്ങനത്തെ പൈറേറ്റ്സ് അറ്റാക്ക് എല്ലാം വന്നാൽ. അപ്പോൾ ആ ഒരു ഏരിയയിലോട്ട് എല്ലാവരോടും ഒളിക്കാൻ പറഞ്ഞു. കാരണം ക്യാപ്റ്റനെ ആ ടൈമിൽ വിളിച്ചിട്ട് ഞങ്ങൾക്ക് കിട്ടിയിരുന്നില്ല. പിന്നെ ക്യാപ്റ്റൻ ബ്രിഡ്ജിലോട്ട് വന്നു. ഈ ഒരു സമയത്ത് അവരെല്ലാവരും ഞങ്ങളുടെ അക്കോമഡേഷനിലോട്ട് കയറി ബ്രിഡ്ജിലോട്ട്, അതായത് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തോട്ട് വരികയും ക്യാപ്റ്റനോട് പറഞ്ഞു ബാക്കിയുള്ള അവർ വെപ്പൺസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എയിം ചെയ്തു, ലോഡ് ചെയ്തു. അങ്ങനെ എന്നിട്ട് ക്യാപ്റ്റനോട് പറഞ്ഞു ബാക്കിയുള്ള ക്രൂവിനെ എല്ലാം വിളിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒളിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങളെല്ലാവരെയും അവർ എടുത്തു, ഞങ്ങളുടെ റെക്രിയേഷൻ റൂമിൽ കൊണ്ടുവന്ന് ഞങ്ങളെല്ലാവരെയും ഇരുത്തി. അപ്പോൾ തന്നെ ഷിപ്പിൻ്റെ CCTV, ഇൻ്റർനെറ്റ് എല്ലാം അവർ കണക്ഷൻ ഡിസ്കണക്ട് ചെയ്തു. അതിനുശേഷം ഞങ്ങളുടെ എല്ലാവരുടെയും ഫോണെല്ലാം ഇവർ മേടിച്ചു. ഞങ്ങൾക്ക് എപ്പോഴും അറിയില്ല ഇവരെന്താണെന്ന്. ഇവർ ഫുൾ ആംഡാണ്, വെപ്പൺസ് എല്ലാം ഉണ്ട്, തോക്ക്, കത്തി ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇത് പൈറേറ്റ്സ് ആണോ എന്താണെന്ന് അറിഞ്ഞുകൂടാ. പൈറേറ്റ്സ് ഇനി ഹെലികോപ്റ്ററിൽ വരുമോ അതും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഫസ്റ്റ് ടൈം ഇനി അങ്ങനെ വന്നാലോ, പൈറേറ്റ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പിന്നെ അവർ കപ്പലിനോട് പറഞ്ഞു, ഞങ്ങളുടെ ക്യാപ്റ്റനോടും ചീഫ് എഞ്ചിനീയറിനോടും പറഞ്ഞു കപ്പൽ തിരിച്ച് ബാന്ദ്ര അബ്ബാസിലോട്ട് കൊണ്ടുപോകണമെന്ന്. ബാന്ദ്ര അബ്ബാസിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഏറെക്കുറെ ഒരു ഐഡിയ കിട്ടി. ഞങ്ങളെ പിടിച്ചിരിക്കുന്നത് ഇറാൻ നേവിയാണ്. ഇറാൻ നേവി ഞങ്ങളുടെ ഷിപ്പ് ഹൈജാക്ക് ചെയ്തു. അങ്ങനെ അവരുടെ കൺട്രോളിൽ അവർ പറയുന്ന പോലെ ഷിപ്പ് ഞങ്ങൾ വീണ്ടും 17 മണിക്കൂർ ബാക്കോട്ട് പോയി ഇറാനിൽ കൊണ്ടുവന്നു. അവർ കൊണ്ടുവന്നപ്പോൾ ഞങ്ങളുടെ ഇതിൻ്റെ മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പിന്നെ മനസ്സിലായത് ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിരുന്നു. അത് US-ഉം ഇറാനും തമ്മിലുള്ള പ്രോബ്ലം. അപ്പോൾ ഞങ്ങൾ US കാർഗോ കൊണ്ടുപോകുന്നത് കാരണം അവർ ഞങ്ങളുടെ ഷിപ്പ് പിടിച്ച് ഡിറ്റൈൻ ചെയ്തതാണ്. പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഇൻ്റർനെറ്റ് കട്ട് ചെയ്തു. ഞങ്ങൾക്ക് വീട്ടിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് യാതൊരു ഇതും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വന്നപ്പോൾ ആകെ എല്ലാവരും സ്ട്രെസ്ഡായി. ഒരു ദിവസം കഴിഞ്ഞു വീട്ടിലോട്ട് സംസാരിക്കുന്നില്ല, 2 ദിവസമായി, 3 ദിവസമായി, അങ്ങനെ 8 ദിവസം വരെയും വീട്ടുകാർക്ക് ഞങ്ങളായിട്ട് ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല, ഞങ്ങൾക്കും വീട്ടുകാരോടില്ല. അങ്ങനെ ഫുള്ളി ഇതായിപ്പോയി. കമ്പനിയോട് വിളിക്കുമ്പോൾ കമ്പനി ചില ആളുകളുടെ വീട്ടുകാരോട് പറഞ്ഞത് ഷിപ്പ് മിസ്സിങ് ആയെന്നാണ്. അപ്പോൾ ചിലവർ വിചാരിച്ചു ഷിപ്പ് മുങ്ങിപ്പോയി, ചിലവർ വിചാരിച്ചു എന്താണ് അറസ്റ്റായി, അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ അവസാനം ഇന്ത്യൻ എംബസി വന്നു. ഇന്ത്യൻ എംബസി വന്ന് ഞങ്ങൾക്ക് ഫോണെല്ലാം അലൗഡ് ചെയ്തു. ഞങ്ങളുടെ ഫോണല്ല, ജസ്റ്റ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെറിയൊരു ഫോൺ. ഒരു ദിവസം 10 മിനിറ്റ് വിളിക്കാം. ആ 10 മിനിറ്റിൽ ഹലോ എന്നൊക്കെ പറയുമ്പോൾ തന്നെ നെറ്റ് പോകും. അങ്ങനെ വീട്ടിലോട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഒരാഴ്ച. അപ്പോഴും ഞങ്ങൾ വിചാരിച്ചു കൊണ്ടിരുന്നത് ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞ് ഇറങ്ങും, ഇങ്ങനത്തെ കേസസൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇരുന്ന് ആകെ ശരിക്കും പറഞ്ഞാൽ 5 മാസവും 17 ദിവസവും ഒരു സോഷ്യൽ ലൈഫും ഇല്ലാതെ അവരുടെ കൺട്രോളിലായിരുന്നു. അതായത് അവർ പറയുന്ന പോലെ ചെയ്യുക. ഞാൻ പുറത്ത് ഞങ്ങൾക്ക് എന്താ നടക്കുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. അങ്ങനെ വന്ന് ആകെ സ്ട്രെസ്ഡായി, ഡിപ്രഷനായി. ഒരുപാട് പേർക്ക് രാത്രി ഉറക്കമില്ല, അവർ നടക്കുന്നു. അതിൻ്റെ ഇടയിൽ കുറച്ച് ക്രൂ എല്ലാം സൈൻ ഓഫ് ചെയ്യാൻ, അതായത് അവരവരുടെ വീട്ടിലോട്ട് പോകാനായിട്ട് ഒരു 10 ദിവസം കഴിഞ്ഞ്, പിടിക്കുന്നതിന് 10 ദിവസം മുന്നേ കഴിഞ്ഞ് പോകാനിരുന്നവരാണ്. അപ്പോൾ അവരെയൊക്കെയാണ് പിടിച്ചു കൊണ്ടുപോയി ഇട്ട് പിന്നെയും ഒരു 5.5 മാസം ഫോണും ഇതെല്ലാം മേടിച്ചു വെച്ചത്. അവർ ഓൾറെഡി 9 മാസം കഴിഞ്ഞത്. അവർ ടോട്ടൽ ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങുമ്പോൾ 14 മാസം കപ്പലിലായിരുന്നു. അപ്പോൾ അവർക്ക് ഭയങ്കര ഡിപ്രഷനായിട്ട് ഒരാൾ സൂസൈഡ് അറ്റംപ്റ്റ് ചെയ്യുന്നു, ആൾ വെള്ളത്തിലോട്ട് ചാടുന്നു.
ഇതൊക്കെ കാണുമ്പോൾ ഒരാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്വസിപ്പിക്കാൻ പറ്റുന്നില്ല. കാരണം ഞങ്ങൾ എന്ന് ഇറങ്ങുമെന്ന് ഞങ്ങൾക്കറിയില്ല. എല്ലാവരും പോകുന്നത് സെയിം സ്ട്രെസ്സിലാണ്. അപ്പോൾ ഒരാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്വസിപ്പിക്കാൻ പറ്റാതെയായി. ഞാനും ആദ്യത്തെ ഒരു 2 മാസം ഭയങ്കര സ്ട്രെസ്സായിരുന്നു. അങ്ങനെ ഞാൻ എല്ലാവരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഞാൻ മാത്രമല്ല, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും. ഞങ്ങൾക്ക് ഒരിക്കലും നേവിക്കാരോട് പോയി ഫൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങളുടെ ദേഷ്യം തീർക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുമായി. അങ്ങനെ വന്നപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ട്, ക്രിസ്ത്യനായിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു നമുക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 60 ഡേയ്സ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങൾ ഷിപ്പിലുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി, നേവിക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാനിവിടെ 2018 ഉടമ്പടി എടുത്ത കാശ് രൂപവും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ മാതാവിനെ വിളിച്ച് ഈശോയോട് നല്ലപോലെ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അവിടെ സത്യം പറഞ്ഞാൽ യേശുവിൽ, മാതാവിൽ ആനന്ദിക്കുമായിരുന്നു. ആ ഒരു 2 മാസം കഴിഞ്ഞ് ഞങ്ങൾക്കൊരു സ്ട്രെസ്സും ഇല്ല. അപ്പോൾ ആളുകൾക്ക് ഭയങ്കര കൺഫ്യൂഷനായി. അവരൊക്കെ ഇപ്പം ഞങ്ങളുടെ ക്രൂ ഒക്കെ ചോദിക്കാൻ തുടങ്ങി, നിങ്ങൾക്ക് എന്താ വീട്ടിൽ പോകണമെന്നില്ലേ, നിങ്ങൾ ഫുള്ള് ജോളിയാണല്ലോ. അപ്പോൾ ഞങ്ങളത് പ്രാർത്ഥിക്കുന്നതാണെന്ന് അവരോട് പറഞ്ഞില്ല. പക്ഷേ ഞങ്ങൾ അതിലിങ്ങനെ ആനന്ദിച്ചു കൊണ്ടിരുന്നു. അതിനുശേഷം ഇവരുടെ നേവിക്കാർ ഒരു 4 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ അവർ ഞങ്ങളോട് കുറച്ച് കൂളായി തുടങ്ങിയപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾ രണ്ടാൾക്കും എന്താണ് ഇത്ര വലിയ പ്രത്യേകത, നിങ്ങൾ എന്തുകൊണ്ട് ഇത്രയും സന്തോഷിക്കുന്നതെന്ന്. അപ്പോൾ ഞങ്ങൾ ചിരിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടെന്ന് മാത്രം പറഞ്ഞു. അതുപോലെ തന്നെ പക്ഷേ എനിക്ക് അപ്പോഴും ഒരു ടെൻഷൻ ഉണ്ടായെന്ന് വെച്ചാൽ എൻ്റെ വൈഫ് US-ലാണ്. അപ്പോൾ ഞാൻ ഒരു 1.5 ഇയർ ബാക്കിൽ US-ന് പോകാനായിട്ട് ഇമിഗ്രൻ്റ് വിസയ്ക്ക് ഫയൽ ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡേറ്റ് എനിക്ക് വന്നിരിക്കുന്നത് ഒക്ടോബർ 19 ഞാനപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് ഇറങ്ങാൻ പറ്റുമെന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം എനിക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ട് പോലീസ് ക്ലിയറൻസ് ചെയ്യണം, ബയോമെട്രിക് ചെയ്യണം, ഫിംഗർ പ്രിൻറ്റ് ചെയ്യണം, പിന്നെ മെഡിക്കൽ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ഈ ഒക്ടോബർ 19 ഇൻ്റർവ്യൂ, 13 പോലീസ് ക്ലിയറൻസ്, 16 മെഡിക്കൽ, 17 ബയോമെട്രിക്. ഇത് ഈ ഡേറ്റ് കിടക്കുന്നതുകൊണ്ട് ഒക്ടോബർ മാസമൊക്കെ ആയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സ്ട്രെസ്സായി. കാരണം എനിക്ക് ഈ ഡേറ്റ് റീസ്കെഡ്യൂൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക്കാണ്. കാരണം ഞാൻ ചിലപ്പോൾ ചെയ്താൽ അവർ അപ്രൂവ് ചെയ്യണമെന്നില്ല. ഇനി അവർ അപ്രൂവ് ചെയ്താൽ പോലും അത് ചിലപ്പോൾ ഒരു 1 ഇയർ, പിന്നെയും 1.5 ഇയർ തന്നെ എടുക്കും. അപ്പോൾ ഞാൻ പിന്നെയും അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു ടെൻഷനൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ആകെ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുമ്പോഴാണ് എൻ്റെ മമ്മിയും പെങ്ങളും പിന്നെ എൻ്റെ മദർ ഇൻ ലോ ഒക്കെ ഉടമ്പടി എടുത്തായിരുന്നു. അപ്പോൾ അവർ ഉടമ്പടി എടുത്തിട്ട് എൻ്റെ മമ്മി ഇവിടെ വന്നു, മമ്മിയും പെങ്ങളും ഇവിടെ വന്നു. അച്ഛനോട് പേപ്പറിൽ വന്ന ന്യൂസ് കാണിച്ചു. ബഹുമാനപ്പെട്ട ജോസഫച്ചനെ കാണാൻ ഒരു അവസരം കിട്ടി. അങ്ങനെ അച്ഛനോട് ഈ പേപ്പർ കാണിച്ച് ഇങ്ങനെ പറഞ്ഞു. അച്ഛൻ ആ പേപ്പർ മാതാവിൻ്റെ അടുത്ത് വെച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു അവൻ കറക്റ്റ് സമയത്ത് ഇറങ്ങുമെന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ ഇറങ്ങിയ ഒരു ദിവസം എനിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാൽ എനിക്ക് ചിലപ്പോൾ എൻ്റെ വിസയുടെ പ്രോബ്ലം എല്ലാം പോകുമായിരുന്നു. ഒക്ടോബർ 8, ഒക്ടോബർ 9 ഈ 2 ദിവസത്തിനുള്ളിൽ, അതായത് 8-ാം തീയതി ഇറങ്ങി ഞാൻ 9-ാം തീയതി എത്തുന്ന പോലെ എനിക്ക് വീട്ടിലെത്തണമായിരുന്നു. എനിക്ക് അത് പറഞ്ഞാൽ എത്ര വിശ്വസിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് അതുവരെ, ഞങ്ങൾക്കൊരു 6-ാം തീയതി 7-ാം തീയതി വരെ ഞങ്ങൾ എപ്പോൾ ഇറങ്ങും, എന്നും ഒരു ഐഡിയ ഇല്ല. പക്ഷേ മാതാവിൻ്റെയും ദൈവത്തിൻ്റെയും കൃപയാൽ ഞാൻ കൃത്യം ഒക്ടോബർ 8-ാം തീയതി വീട്ടിലോട്ട് ഇറങ്ങുന്നു. 9-ാം തീയതി മുംബൈയിലെത്തുന്നു. 10-ാം തീയതി വീട്ടിലെത്തുന്നു. ഉടനെ തന്നെ എനിക്ക് പോലീസ് ക്ലിയറൻസിന് ഞാൻ പോകുന്നു. പോലീസ് ക്ലിയറൻസ് ഇതിനു മുന്നേ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരു 3-4 ദിവസം എടുക്കും. ആ 3-4 ദിവസം പോലീസ് ക്ലിയറൻസ് 3-4 ദിവസം കഴിഞ്ഞ് കിട്ടുകയാണെങ്കിൽ എനിക്ക് പിന്നെയും ഡിലേ ആകും, എൻ്റെ കാര്യങ്ങളൊന്നും നടക്കില്ലായിരുന്നു. ഞങ്ങൾ പാസ്പോർട്ട് ഓഫീസിൽ പോയി പോലീസ് ക്ലിയറൻസിൻ്റെ എല്ലാം അപ്ലൈ ചെയ്ത് ജസ്റ്റ് പോലീസുകാരോട് ഒന്ന് പറയുന്നതേ ഉള്ളൂ, ഇങ്ങനെയാണ് പ്രോബ്ലം എന്ന് പറഞ്ഞ് ഞാൻ പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് വീട്ടിലോട്ട് വരുന്നതിന് മുന്നേ പോലീസ് വീട്ടിൽ സ്റ്റാൻഡ് ബൈ ആണ് എൻ്റെ പോലീസ് ക്ലിയറൻസ് തരാൻ. അങ്ങനെ അവർ വന്ന് എനിക്ക് പോലീസ് ക്ലിയറൻസ് ഉടനെ അടിച്ചു തരുന്നു. എനിക്ക് 4 ദിവസം 5 ദിവസത്തിൽ കിട്ടുമെന്ന് പറഞ്ഞ പോലീസ് ക്ലിയറൻസ് ഒരു ദിവസം കൊണ്ട് കിട്ടുന്നു. ഞാൻ ഉടനെ മുംബൈയിലോട്ട് പോകുന്നു. മുംബൈയിൽ പോയി ഫിംഗർ പ്രിൻറ്റും മെഡിക്കലും എത്രയും വേഗത്തിൽ ചെയ്യുന്നു. അത് കഴിഞ്ഞ് 19-ാം തീയതി ഇൻ്റർവ്യൂ ആയിരുന്നു. ഇൻ്റർവ്യൂവിനും അവർ എന്നോട് ഒരു കാര്യവും ചോദിക്കുന്നില്ല, വേഗം എനിക്ക് ഇൻ്റർവ്യൂവിൻ്റെ വിസ അടിച്ചു തരുന്നു. ഇത് എനിക്ക് യേശു തന്ന, എനിക്ക് ഒരു ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ നടക്കാൻ പറ്റാത്ത ഈ ഒരു അവസ്ഥ എനിക്ക് എത്രയും ഭംഗിയാക്കി ഈശോയും മാതാവും നേടിത്തന്നതിന് ഞാൻ ഈശോനോട് നന്ദി പറയുന്നു. താങ്ക് യു. അവരെ തടവിലാക്കിയവർ അവരോട് കാരുണ്യം കാണിക്കുന്നതിന് അങ്ങ് കൃപ ചെയ്യണമേ. ഈജിപ്തിലെ ഇരുമ്പ് ചൂളയിൽ നിന്ന് അങ്ങ് മോചിപ്പിച്ചവരാണല്ലോ അവർ. 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായം 50-ാം തിരുവചനമാണ്. ഇറാൻ പിടിച്ചെടുത്ത എണ്ണക്കപ്പലിലെ
24 ജീവനക്കാരിൽ 23 പേരും ഇന്ത്യക്കാരാണ്. അതിൽ 3 മലയാളികൾ. ആ 3 മലയാളികളിൽ ഒരാളാണ് കപ്പലിലെ 4th ഓഫീസറായ ജിസ്മോൻ ജോസഫ്. അപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ ഇവിടെ പറഞ്ഞത് തൻ്റെ ആ ഒരു അവസ്ഥ, അനുഭവം 2018 ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത മകനാണ്. ഉടമ്പടി കാശ് രൂപം കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു 2 മാസത്തേക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. പിന്നീട് ക്രിസ്ത്യാനിയായ മറ്റൊരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. അങ്ങനെ അവർ 2 പേര് ചേർന്ന് അവർ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി എന്നാണ് പറഞ്ഞത്. അമ്മയുടെ കാശ് രൂപവും മുറുകെ പിടിച്ച് കൊന്ത പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ഇവർക്ക് എന്തെന്നില്ലാത്ത മനസ്സമാധാനം തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ഫൈറ്റ് ചെയ്യുകയായിരുന്നു. ഇന്ത്യക്കാർ തന്നെ. വേറെ ഒന്നും ചെയ്യാൻ, മറ്റുള്ളവരോട് ഫൈറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇറാനികളാണ് വന്ന് പിടിക്കുന്നത് അല്ലേ? അതെ, അവരുടെ നേവി ആയിരുന്നു, കമാൻഡോസ് ആണ് പിടിച്ചത്. ഓക്കെ. അപ്പോൾ ആ ഇറാൻ കമാൻഡോസ് വന്ന് പിടിക്കുമ്പോൾ അവരോടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. നിസ്സഹായരായി ഇരിക്കുമ്പോൾ ഇന്ത്യക്കാർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്ന അവസ്ഥ. അങ്ങനെ ഉള്ള അവസ്ഥയിൽ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ അവിടെ മാറ്റം വന്നു. ഇവർക്ക് മനസ്സിന് സമാധാനം ലഭിച്ചു. അപ്പോൾ ഇവരോട് തന്നെ ചോദിച്ചു എന്നാണ് പറയുക, എന്താണ് നിങ്ങൾക്ക് ഇത്രയൊരു ശാന്തത നിങ്ങളുടെ മുഖത്ത് കാണുന്നതെന്ന്. അങ്ങനെ അമ്മയുടെ മധ്യസ്ഥതയിൽ ആ ഒരു ആത്മധൈര്യം ലഭിച്ചു എന്നാണ് പറയുക. കാശ്രൂപം വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ പിന്നീട് ഇന്ത്യൻ എംബസി ഇടപെടുകയും ഇവർ പിന്നീട് 100ാമത്തെ ദിവസം അല്ലേ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് 100ാമത്തെ ദിവസം, 168 ദിവസം അവരുടെ കൺട്രോളിലായിരുന്നു. പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിൻ്റെ 100ാമത്തെ ദിവസം ഇവർക്ക് അവിടുന്ന് മോചനം ലഭിക്കുകയാണ്. അതുമാത്രമല്ല, ഈ മകന് US-ലേക്ക് പോകണ്ട തൻ്റെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, അതുപോലെ മറ്റ് പല ഡോക്യുമെൻറ്റ്സ്, അതൊക്കെ ക്ലിയർ ചെയ്യേണ്ട ദിവസങ്ങളും അടുത്ത് വരികയാണ്. അങ്ങനെയുള്ളപ്പോൾ അത് ചെയ്തില്ലെങ്കിൽ പിന്നീട് വീണ്ടും അത് ഇനിയൊരു ഇൻടേക്കിലേക്ക് വരും. ഒരു 1.5 വർഷം കൂടി എടുക്കേണ്ടി വരും. ഇതെല്ലാമായിട്ട് മനസ്സിൽ ഒത്തിരിയേറെ സംഭ്രാന്തിയോടെ നിൽക്കുമ്പോഴാണ് ഇവിടെ വന്ന് തൻ്റെ മമ്മിയും പെങ്ങളുമൊക്കെ അവർ ഉടമ്പടി എടുത്തിരുന്നു. അവരിവിടെ വന്ന് അന്നത്തെ പേപ്പർ കട്ടിങ്, ന്യൂസ് പേപ്പറിൽ വന്ന കട്ടിങ് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ കാണിക്കുവാനായിട്ട് ആ ഒരു സാവകാശം, സാഹചര്യം കിട്ടുന്നു. അച്ഛനത് പരിശുദ്ധ അമ്മയുടെ രൂപത്തിൽ വച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം 1 മാസത്തിനുള്ളിൽ റിലീസ് ആകുവാനും പിന്നീട് തൻ്റെ ആ പ്രോസസ്സിങ് അതിന് പിന്നീട് യാതൊരു ബുദ്ധിമുട്ടും വരുന്നില്ല. അതായത് ഒക്ടോബർ 8 റിലീസ് ലഭിക്കുന്നു. പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു. പോലീസ് വീട്ടിൽ വന്ന് നിൽക്കുകയായിരുന്നു പോലീസ് ക്ലിയറൻസ് കൊടുക്കാനെന്നാണ് പറഞ്ഞത്. അത്രയേറെ പിന്നീട് സ്പീഡപ്പ് ചെയ്ത് അമ്മ എല്ലാ കാര്യങ്ങളും വേണ്ട രീതിയിൽ ക്രമീകരിച്ചു. ഇന്ന് ഇദ്ദേഹം ഇവിടെ വന്ന്, ജിസ്മോൻ ജോസഫ് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി വീണ്ടും എടുത്തു. അന്ന് ഷിപ്പിൽ തൻ്റെ കാശ് രൂപം നഷ്ടപ്പെട്ടിരുന്നു. ആ ഒരു മാനസിക സമ്മർദ്ദത്തിൽ താൻ തന്നെ ഒരു സൈക്യാട്രി ആയി പോകുമോ എന്നുള്ള ഒരു നില വരെയും വരുന്ന ഒരവസ്ഥയിൽ നിന്ന് അമ്മയുടെ കാശ് രൂപം, പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി കാശ് രൂപം ഈ മകനെ എങ്ങനെ സമനില തെറ്റാതെ കാത്തു സംരക്ഷിച്ചു, അതുപോലെ മറ്റുള്ള ജീവനക്കാർക്കും അതെങ്ങനെ ഉപകാരപ്പെട്ടു എന്നുള്ളതാണ് നാം കേട്ടത്. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, സോളമൻ രാജാവിൻ്റെ പ്രാർത്ഥനയാണിത്. അങ്ങ് ഈജിപ്തിലെ ഇരുമ്പ് ചൂളയിൽ നിന്ന് അങ്ങ് മോചിപ്പിച്ച അങ്ങയുടെ ജനവും അവകാശവുമാണല്ലോ അവർ. അവരെ തടവിലാക്കിയവർക്ക് അവരോട് കാരുണ്യം കാണിക്കുന്നതിന് അങ്ങ് കൃപ ചെയ്യണമേ. ഈ തിരുവചനം പറയുന്നത് പോലെ പ്രാർത്ഥനയിലൂടെ അവർ ഇന്ത്യൻ എംബസി ഇടപെടുകയും അവർക്ക് ഇവരോട് ഒരു സന്മനസ്സ് തോന്നുവാൻ ഇടയാവുകയും ചെയ്തു. അങ്ങനെ റിലീസായി ഇന്നിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ നിന്ന് അമ്മയ്ക്കും ഈശോയ്ക്കും ഈ മകൻ നന്ദി പറയുമ്പോൾ നമുക്കും നമ്മുടെ ഏത് സാഹചര്യത്തിലും നമ്മോടൊപ്പം വരുന്ന ഒരു അമ്മയുണ്ട്, സ്വർഗീയ അമ്മ. ആ അമ്മ നമ്മൾ ഏത് അവസ്ഥയിലാണോ അവിടെ ഇറങ്ങി വരും, പുത്രനോട് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. ഇത് ഓരോ ദിവസവും നാം കേട്ടുകൊണ്ടിരിക്കുന്നതാണ്, അമ്മ എവിടെയൊക്കെ കടന്നു വരുന്നു എന്നുള്ളത്.
യുദ്ധക്കപ്പലിലാണെങ്കിലും അമ്മ അവിടെ ഉണ്ടാകുമെന്നുള്ളതാണ് നാം കേൾക്കുന്നത്. അങ്ങനെ തടവുകാരായി പിടിക്കപ്പെടേണ്ടിയിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഇവിടെ വന്ന് നിന്ന് നന്ദി പറയുന്ന ഈ മകനോടൊപ്പം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം.